സോന, അപ്പോൾ വെൽക്കം ടു ലൈൻ കട്ട്. താങ്ക് യു. സോന, അഗ്നിപരീക്ഷ നമ്മൾ ആദ്യമായിട്ട് മലയാളത്തിൽ വരുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഷോ. സോന ഒരു സാധാരണക്കാരിയാണോ? അതെ, സാധാരണക്കാരിയാണ്. വൈ എന്ന് വെച്ചാൽ ഞാനൊരു നാട്ടിൻപുറത്ത് ജനിച്ച് അങ്ങനെ ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാതെ നമ്മുടെ നാടുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ബിഗ് സ്ക്രീനിലേക്ക് ഒരു ടി വിയിലൊക്കെ വരുന്ന ഒരു ഷോയിൽ പങ്കെടുക്കാൻ വരിക എന്ന് പറയുമ്പം അതും ഇത്രയും വലിയ റിയാലിറ്റി ഷോയുടെ ഒരു പ്രീ ഷോ, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് മനസ്സിലായി. പക്ഷേ സോന ഒരു സാധാരണക്കാരിയാണോ എന്നുള്ളതായിരുന്നു. അതെ, ഞാൻ ഒരു സാധാരണക്കാരിയാണ്. കാരണം വൈ സാധാരണക്കാരി എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ കുടുംബവും കുട്ടികളും ഭർത്താവും ഒക്കെ ആയിട്ട് മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരു ചെറിയൊരു ഇതിൽ. ഈ സാധാരണക്കാരിയുടെ മാനദണ്ഡം എന്താ സോന? ഈ പറയുന്ന നമ്മളെല്ലാവരും കുടുംബവും കുട്ടികളും വീടും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് പുറത്തു വരുന്ന ജോലി എടുക്കുന്നത്. അതാണ് സാധാരണക്കാരി. അല്ല, സാധാരണക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. ലൈക്ക് ആ ലിമിറ്റേഷൻ ബ്രേക്ക് ചെയ്യാതെ അവരതിൽ തന്നെ നിൽക്കുക. അപ്പം ഇപ്പം ഈ ഒരു പോയിന്റ് ഞാൻ ഇരിക്കുമ്പോൾ ഞാനത് ബ്രേക്ക് ചെയ്ത് എൻ്റെ ഒരു ആഗ്രഹത്തിനു അനുസരിച്ചിപ്പം ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സാധാരണക്കാരിയിൽ നിന്നും അല്ലാതാവാനുള്ള ശ്രമത്തിലേക്കാണ് സോണ. അതെ അതെ, അങ്ങനെയാണ് അഗ്നിപരീക്ഷയിലെത്തിയത്. അതെ അതെ, അങ്ങനെയാണ് അഗ്നിപരീക്ഷയിലെത്തിയത്. അപ്പൊ എങ്ങനെയുണ്ട് അഗ്നിപരീക്ഷ? പരീക്ഷണങ്ങൾ വളരെ കഠിനമാണ്. പ്രതീക്ഷിച്ച പോലൊന്നും അല്ല. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ ഇതിൽ നിൽക്കുന്ന ഓരോ മൊമെന്റും നമുക്ക് പരീക്ഷണങ്ങളാണ്. ഇപ്പം ബിഗ് ബോസ് ലാലേട്ടൻ പറയുന്ന പോലെ അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്ന പോലാണ് ഇവിടുത്തെ അഗ്നിപരീക്ഷയും ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. എന്താണ് സോന ജീവിതത്തിൽ എന്താണ് സോനയ്ക്ക് ആവേണ്ടത്? ഒരു ബിഗ് ബോസ് വിന്നർ എന്ന് പറയരുത്, ബാക്കി പറയൂ. എനിക്ക് ജീവിതത്തിൽ ആവേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ലൈക്ക് രജിസ്റ്റർ ആവണം. അതായത് ഞാനെന്ന് പറയുന്നൊരു വ്യക്തി, സോന എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നമുക്കൊരു നേട്ടം വേണമല്ലോ. നമ്മൾ ജീവിക്കുന്നതിനൊരു അർത്ഥം എന്നും പറഞ്ഞ് മറ്റുള്ളവർ ജീവിക്കുന്നതിന് അർത്ഥമില്ല എന്നല്ല, പക്ഷേ എനിക്ക് എൻ്റെതായ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പം എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് വളരെ ആവശ്യമാണ്. സോനയുടെ അടുത്ത് ഞാൻ എന്ത് ചോദിച്ചാലും സോന പ്ലാറ്റ്ഫോം കണക്ട് ചെയ്തിട്ടേ പറയുള്ളൂ. ഞാൻ ജീവിതത്തിൽ എന്താണ് ആവേണ്ടതെന്നാണ് ചോദിച്ചത്. ഓക്കെ ഫൈൻ. അപ്പം സോന ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദിവസം നിൽക്കും? എൻ്റെ ഒരു കാലിബർ അനുസരിച്ച് ഞാൻ വിചാരിക്കുന്നത് 100 ഡേയ്സിൽ നിന്നിട്ട് ഒരു കോമണർ 100 ഡേയ്സിൽ പോയി ഒരു സെലിബ്രേറ്റഡ് ഇറങ്ങി വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, 100 ഡേയ്സ് നിൽക്കണം, വിന്നർ ആവണമെന്നില്ല. വിന്നർ ആവണം അല്ലല്ല, സെലിബ്രേറ്റ് ആ ടൈറ്റിൽ വിന്നറായി ഒരു സെലിബ്രേറ്റ് ആയിട്ട് ഇറങ്ങി വരണം. പരീക്ഷ കഴിയുമ്പോൾ തന്നെ യു വിൽ ബിക്കം എ സെലിബ്രിറ്റി. യു വിൽ ബി സെലിബ്രേറ്റഡ്. അപ്പം ബിഗ് ബോസ് ഹൗസിൽ പോയി 100 ഡേയ്സ് നിൽക്കാന്ന് പറയുന്നത് ഫൈനൽ 5 100 ഡേയ്സ് എത്തും. അപ്പോൾ you wanted to be a winner? I wanted to be a title winner. Title winner. എന്താണ്? What is that great in you to become a title winner? അപ്പം നമ്മൾ ഇത്രയും 7 സീസൺ കഴിഞ്ഞു, നമുക്ക് 7 വിന്നേഴ്സ് ഉണ്ടായിരുന്നു ഇല്ലേ? അപ്പം അവരിൽ കുറെ ക്വാളിറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരിൽ കുറെ എന്താ പറയാ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാർ. അതെ അതെ. അപ്പൊ സോനയ്ക്കുള്ള സ്പെഷ്യാലിറ്റി എന്താ? എന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ടൈറ്റിൽ വിന്നർ ആവാൻ എന്താണ് സ്പെഷ്യാലിറ്റി? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എനിക്ക് ടൈറ്റിൽ വിന്നർ ആവാനായിട്ടുള്ളൊരു ക്വാളിറ്റി എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഒരു ടൈറ്റിൽ വിന്നർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള റൈറ്റ് ഫ്രം സാബു മോഹൻ മുതൽ അഖിൽ മാരാർ മുതൽ നമ്മൾ കണ്ടിട്ടുള്ളൂ അനുമോൾ വരെ എത്തി നിൽക്കുന്ന ബിഗ് ബോസ് സീസണുകളിലെ ടൈറ്റിൽ വിന്നേഴ്സിന് ഒറ്റയടിക്ക് പറയാൻ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും. അതിൽ സോനയുടെ ക്വാളിറ്റി എന്താണ്? ആൾക്കാർ വോട്ട് ചെയ്യണ്ടേ? അതെ അതെ, എൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പം റിയൽ ആയിട്ട് നിൽക്കുക. 100 ഡേയ്സ് റിയൽ ആയിട്ട് നിന്ന് ആൾക്കാർക്ക് തോന്നണം ലൈക്ക് ഇവർ ഫേക്ക് കളിക്കുന്നില്ല, അല്ലെങ്കിൽ ആള് ജെനുവിൻ ആണ്. അങ്ങനെ ഒരു ജെനുവിൻ സാധനം ആൾക്കാരിലേക്ക് എത്തിച്ച് ഞാൻ ജെനുവിൻ ആണ്, അപ്പോൾ എനിക്കുള്ളൊരു കുറച്ച് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്, അത് കൊടുത്തിട്ട് ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് വേണം 100 ഡേയ്സിൽ എനിക്ക് ടൈറ്റിൽ വിന്നറായിട്ട് ഇറങ്ങാൻ. അല്ലാതെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇതുവരെ വിന്നർ ആവാത്തവർ മുഴുവൻ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കിയതാണ്. ചിലപ്പം 100 ഡേയ്സ് ഇപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാവരും ജെനുവിൻ ആണ്. കാരണം 100 ഡേയ്സിൽ വിന്നേഴ്സിൽ പലരും പല കാര്യങ്ങൾ വെച്ചിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പം ചിലർ സിമ്പതി കാണിച്ചിട്ടുണ്ട്, ഇപ്പം ചിലർ അഗ്രസീവ് ആയിട്ടുണ്ട്, ചിലപ്പം ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളാണ്. സോന ഇതൊന്നും ചെയ്യില്ല. ഇല്ല, ഇതൊന്നും ചെയ്യാതെ സോന റിയൽ ആയിട്ട് നിന്ന് സോനയുടെ റിയൽ എസെൻസ് അവിടെ കാണിച്ച് ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് സോന വിൽ ബി ദ ടൈറ്റിൽ വിന്നർ. യെസ്, അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലല്ല, അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു എൻ്റെ ഒരു ജെനുവിൻ ക്വാളിറ്റി ആൾക്കാർ മനസ്സിലാക്കി എനിക്ക് വോട്ട് ചെയ്യുക. പെർഫെക്റ്റ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാണാം 100ാമത്തെ ദിവസം സോന ഇതുപോലെ എന്താ പറയുക 100 ദിവസം അവിടെ എത്തി ടൈറ്റിൽ വിന്നറായിട്ട് ബിഗ് ബോസ് എന്താ പറയുക ട്രോഫി കയ്യിൽ മേടിച്ച് ലാലേട്ടൻ ഇങ്ങനെ കൈ ഉയർത്തുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടി പുറത്ത് വരുമ്പം ആദ്യമായിട്ട് ഇതുപോലെ വീണ്ടും ലൈൻ കട്ടിലുള്ള സോനേൻ്റെ കൂടെ എത്താൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.